എം ആരിഫിൻ്റെ കാര്യം പറഞ്ഞു. ആരിഫ് അരൂരിൽ നിന്ന് പല കുറി നിയമസഭയിലെത്തി. ആദ്യം അരൂർ തോൽപ്പിക്കുന്നത് കേരള രാഷ്ട്രീയം ഏത് തലത്തിൽ പരിശോധിച്ചാലും അതിൻ്റെ അത്യുന്നതങ്ങളിൽ വിഹരിച്ചിരുന്ന KR ഗൗരിയമ്മയായിരുന്നു ആരിഫ് ആദ്യം തോൽപ്പിക്കുന്നത്. ലോക്സഭാംഗം എന്ന നിലയിൽ ഈ MLA എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനുള്ള പ്രവർത്തന പരിചയം, നേരത്തെ സൂചിപ്പിച്ച ജനകീയമായ ഇടപാടുകൾ, ജനകീയ പ്രതിച്ഛായ, ലോക്സഭാംഗം എന്നുള്ള നിലയ്ക്കും ഇതേ ജനകീയ ഇടപെടലുകൾ തുടരാൻ ആരിഫ് ശ്രമിച്ചിരുന്നു. എല്ലാവരോടും അടുത്തിടപെടുന്ന വ്യക്തിയാണ്. ആ നിലയ്ക്ക് ആരിഫിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടോ? ലോക്സഭയിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഏതെങ്കിലും തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആയിട്ട് ഉണ്ടോ? അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഘടകങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടല്ലോ. സഭയിലെ പെർഫോമൻസും മറ്റും അത്ര വളരെ കാര്യമായി പരിഗണിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ ജനങ്ങൾക്കുണ്ടോ എന്നുള്ളതിനെ പറ്റി എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. മാത്രമല്ല, പെർഫോമൻസിന്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു മോശമായിരുന്നില്ല, പക്ഷെ അങ്ങനെ വലിയ ഒരു എന്താ പറയുക, ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമർ ആയിട്ടൊന്നും അദ്ദേഹം ഉണ്ടായിട്ടുണ്ടാകുന്ന എനിക്ക് തോന്നുന്നില്ല. നിർഭാഗ്യവശാൽ ആരിഫിന്റെ വ്യക്തിപരമായ കാരണം എന്തെങ്കിലും നേരത്തെ രാജീവ് ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് പറയുകയാണ്. കാരണം കേരളത്തിലെ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട മുന്നോട്ട് പോക്കിനെയും തടസ്സപ്പെടുത്താൻ നിയുക്തനാവേണ്ടി വന്നു. യാദർശികമായിട്ടാണെങ്കിലും അദ്ദേഹത്തിന് ഗൗരിയമ്മയുടെ കാര്യത്തിൽ തീർച്ചയായും പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. മറ്റൊരു രീതിയിൽ നോക്കുമ്പോഴേക്കും ഗൗരിയമ്മയെ തോൽപ്പിക്കുക ആലപ്പുഴയിൽ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിസ്റ്റുകാരന് അങ്ങനെ ഒരു വിധി വൈപരീത്യം ഉണ്ടായി എന്നുള്ളത് നിർഭാഗ്യകരമാണ്. ഷാനിമോൾ ഉസ്മാന്റെ കാര്യത്തിലാണെങ്കിൽ, കോൺഗ്രസ് പാർട്ടിയിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു കേരളത്തിലെ ഏറ്റവും കൂടുതൽ അടിച്ചമർത്തപ്പെട്ട് കിടക്കുന്ന ഒരു വിഭാഗത്തിന്റെ സ്ത്രീകളുടെ ഒരു മുന്നോട്ട് പോക്കിന് യാദർശികമായിട്ടാണെങ്കിലും തടസ്സമാകേണ്ടി വന്ന വിധിയാണ് ആരിഫിനുണ്ടായത്. പക്ഷെ ആരിഫിന്റെ വ്യക്തിപരമായ ഘടകങ്ങൾ, അദ്ദേഹത്തിന് വ്യക്തിബന്ധങ്ങളുണ്ട്. പിന്നെ ഈ മുസ്ലിം എന്നുള്ള സാമുദായിക ഘടകവും അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ടെന്ന് സംശയമില്ല. അദ്ദേഹം വളരെ ഒരു കഠിനാധ്വാനിയാണ്, വളരെ ആക്റ്റീവാണ്, വളരെ വൈബ്രന്റ് ആയിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. ഇതെല്ലാം അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള സംശയമില്ല. അപ്പൊ ഇതെല്ലാം നമ്മളൊരു അല്പം ഒരു എന്താ പറയുക, ബ്ലാക്കും വൈറ്റും അല്ലാതെ കാണേണ്ട ഒരു നിരീക്ഷണം എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. ആരിഫിന് ആലപ്പുഴയിൽ ഒരു പക്ഷേ CPM ലഭിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷേ ഇന്നത്തവണത്തെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, KC വേണുഗോപാലിന്റെ ആവിർഭാവവും മറ്റും അദ്ദേഹത്തെ എങ്ങനെയാണ് അദ്ദേഹത്തിന് എത്ര സഹായകമാകും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മുസ്ലിം സമുദായത്തിനുള്ള സ്വാധീനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ ആലപ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ച് ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം, മണിക്കൂറുകൾക്കുള്ളിൽ 2 രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്ന ജില്ല, കേരളത്തെ ഞെട്ടിച്ച രാഷ്ട്രീയ കൊലപാതകങ്ങളായിരുന്നു അത്. അതിൽ ആദ്യം നടക്കുന്ന SDPI നേതാവ് ഷാനിൻ്റെ കൊലപാതകമാണ്. ആ കേസിൽ ഇതുവരെ വിചാരണ തുടങ്ങിയിട്ടില്ല. അതിന് പ്രതികാരമായി നടന്ന രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിൻ്റെ വിചാരണ പൂർത്തിയായി, ശിക്ഷ വിധിക്കുകയും ചെയ്തു. ഈ 2 ഫാക്ടേഴ്സ് വലിയ തോതിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കേസിൽ ഇതുവരെ വിചാരണ തുടങ്ങിയിട്ടില്ല. അതിനുശേഷം നടന്ന, മണിക്കൂറുകളുടെ വ്യത്യാസമേ ഉള്ളൂവെങ്കിൽ പോലും അതിനുശേഷം നടന്ന കേസിൽ വിചാരണ പൂർത്തിയായി പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു. ഇത് കേരള പോലീസിലും കേരളത്തിൻ്റെ പ്രോസിക്യൂഷൻ വിഭാഗത്തിലും ഒക്കെയുള്ള BJP അനുകൂല നിലപാടുകളുടെ ഭാഗമായിട്ടാണ് എന്നൊരു വ്യാഖ്യാനമുണ്ട്. ആലപ്പുഴയിൽ ഈ സംഗതി ഏതെങ്കിലും വിധത്തിൽ ആരിഫിന് പ്രതികൂലമായിട്ട് വരാനുള്ളൊരു സാധ്യതയുണ്ട്? ഒരു പരിധിവരെ ഉണ്ടാവാം തോന്നുന്നു. പ്രത്യേകിച്ച് ഈ പറഞ്ഞ കേസിന്റെ ഒരു സവിശേഷത കാരണം ആരിഫ് അതിൽ ഉത്തരവാദി അല്ലെങ്കിലും ആരിഫിന് അതിന് ഒരു ചെറിയ വിലയെങ്കിലും കൊടുക്കേണ്ടി വരും. പക്ഷെ വാസ്തവത്തിൽ ഈ പ്രോസിക്യൂഷന്റെയും പോലീസിന്റെയും ഒക്കെ തീർത്ത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഒരു സ്വഭാവം, ഒരു മനോഭാവം പല തലത്തിലും പല രംഗത്തും പല തവണയും അത് പ്രകടമായിട്ടുള്ളതാണ്. പല ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. പോലീസിന്റെ മാത്രമല്ല, എനിക്കൊന്നും ഈ കേരള സമൂഹത്തിന്റെ തന്നെ ഒരു കൂടുതൽ വളർന്നു വരുന്ന ഒരു സ്വഭാവ സവിശേഷതയും കൂടെയാണ്. നമ്മൾ RSSനെ കാണുന്ന പോലെ അല്ലല്ലോ SDPI കാണുന്നത്. SDPI ഒരു ഭീകര രാഷ്ട്രീയ സംഘടനയാകുമ്പോൾ RSSന് നമ്മൾ ആ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ശത്രുതാ സ്വഭാവത്തോടെ തന്നെ ഭൂരിപക്ഷം പേരും കാണുന്നത്. അത് ഈ പറഞ്ഞ പോലെ ചെറിയ തോതിലെങ്കിലുമുള്ള ഒരു ഇസ്ലാമോഫോബിയ എന്ന് ഞാൻ വലിയ ശക്തമായ വാക്കുകൾ പ്രയോഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും അതിന്റെ വളരെ കൃത്യമായ സൂചനകൾ നമ്മുടെ ഈ ഇവിടുത്തെ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനസാമാന്യത്തിലും പ്രകടമാണ്. അത് ഇന്ത്യയിൽ പല സ്ഥലത്തും വളരെ ശക്തമായി വരികയാണെങ്കിൽ ഒരുപക്ഷെ പല ഘടകങ്ങൾ കൊണ്ട് അതില്ലെങ്കിലും, അതുകൊണ്ട് SDPI കുറ്റവാളികളല്ലെന്നോ SDPI വിമർശിക്കേണ്ടതില്ലെന്നൊന്നോ അല്ല പറയുന്നത്. പക്ഷെ ഇത് ഉള്ളിൽ ഒരു അന്തർധാര പോലെ ഈ ഒരു സ്വഭാവ സവിശേഷതകൾക്ക്
കേരളത്തിലും ഇടമുണ്ട്. അത് ബ്യൂറോക്രസിയിലായാലും പോലീസിലായാലും മറ്റ് പല രംഗത്തും വളരെ പ്രകടമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സംശയമൊന്നുമില്ല. അതൊക്കെ പല സ്ഥലത്തും ഒരു ചെറിയ ഒരു എന്താ പറയുക, അതിനൊരു പിഴ മൂലണ്ടി വന്നാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അത് ആരിഫിന്റെ തലയിൽ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ കാരണം അല്ലെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ അതും കൂടെ ഉണ്ടാവാം.